ഹായ്, വെൽക്കം ടു കോഡ് യുറേക്ക. ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെ ഒരു ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഗൂഗിൾ ആഡ്സ് മാനേജർ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട്സ് നമുക്കറിയാം. ഗൂഗിൾ ആഡ്സ് എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പിന്നെ ഒരു 8 ടൈപ്പ് ക്യാമ്പയിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ റൺ ചെയ്യുന്ന നമ്മൾ ഗൂഗിൾ ആഡ്സ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിലായിരിക്കും റൺ ചെയ്യുന്നത്. ഗൂഗിൾ ആഡ്സ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ മൾട്ടിപ്പിൾ അക്കൗണ്ട്, ഇതുപോലെ ഒന്നിലധികം ബിസിനസ് അക്കൗണ്ട്, അതെല്ലാം നമുക്ക് ഒന്നിലധികം ക്ലയൻസ് ഉണ്ട്. അപ്പൊ അവരുടെ എല്ലാ അക്കൗണ്ട്സ് നമുക്ക് ഒന്നിച്ച് മാനേജ് ചെയ്യാനായിട്ട് ഈ ഗൂഗിൾ ആഡ്സ് മാനേജർ അക്കൗണ്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് രണ്ട് എന്തിനാണ്, എങ്ങനെയാണ് നമ്മൾ ഒരു അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് ആദ്യം ക്രിയേറ്റ് ചെയ്യാം. ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിൽ പോകുക, അതിനുശേഷം ഗൂഗിൾ ആഡ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് തന്നെ ഇവിടെ ഫസ്റ്റ് ലിങ്ക് വരും, ads.google.com. അപ്പൊ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തുമ്പോഴേക്കും ഇവിടെ നമുക്കൊരു ഗൂഗിളിന്റെ ഒരു വർക്കിംഗ് ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് അത് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇവിടെ സൈൻ ഇൻ ഉണ്ട്, സ്റ്റാർട്ട് നൗ ഉണ്ട്, 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സ്റ്റാർട്ട് നൗ കൊടുക്കാം. അപ്പൊ തന്നെ ഇവിടെ നമ്മുടെ ബിസിനസ് നെയിം ചോദിക്കും. ഇതിപ്പോ എന്ന് വെച്ചാൽ നമുക്കിപ്പം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഈ ഗൂഗിൾ ആഡ്സിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് ഈ ഗൂഗിൾ ആഡ്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു ക്യാമ്പയിൻ റൺ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ കാണിക്കുന്നത്. ഇതിന് പറയുന്നത് ഗൂഗിൾ ആഡ്സ് എക്സ്പ്രസ് എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ എക്സ്പേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഗൂഗിൾ ആഡ്സ് ക്യാമ്പയിൻസ് ഒക്കെ മനസ്സിലാക്കി അതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്പെർട്ട് മോഡിൽ ചെയ്യണം. അതാണ് നമ്മൾ പഠിക്കുന്നത്. എക്സ്പ്രസ് ആർക്കും ചെയ്യാവുന്നതുകൊണ്ട് കയറുക. അപ്പൊ അതിൻ്റെ അകത്ത് ചോദിക്കുന്ന കാര്യങ്ങൾ ബിസിനസ് നെയിം കൊടുക്കുക, പിന്നെ എന്ത് ടൈപ്പ് ആണ് നിങ്ങൾക്ക്, കോളാണോ വേണ്ടത്, ബിസിനസ് വോളിയം ആണോ വേണ്ടത്, സെയിൽസ് ആണോ വേണ്ടത് ചോദിക്കുക. അത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് അടിച്ചു പോയി അവസാനം പേയ്മെന്റും കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് റൺ ചെയ്തതാണ് എക്സ്പ്രസ് എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു നോർമൽ വ്യക്തി നമ്മൾ കയറുമ്പോഴത്തേക്കും കാണിക്കുന്ന ഈ ഗൂഗിൾ ആഡ്സ് എക്സ്പ്രസ് ആണ്. എന്ന് വെച്ചാൽ അവർക്ക് ആർക്കും ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാത്ത ആർക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്ത് ഒരു ആഡ് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വേണ്ടതല്ല, നമുക്ക് തന്നെ ഇവിടെ സ്വിച്ച് ടു എക്സ്പെർട്ട് മോഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ക്യാമ്പയിൻസും ഒക്കെ നമുക്ക് സെപ്പറേറ്റ് സെറ്റ് ചെയ്യാനും എല്ലാം പറ്റുന്നത്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക, ഈ സ്വിച്ച് ടു എക്സ്പെർട്ട് മോഡ് എന്ന് പറഞ്ഞ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്താ ഇവിടെ കാണിക്കും. കണ്ടോ, സെയിൽസ്, ലീഡ്സ്, വെബ്സൈറ്റ് ട്രാഫിക്, ആപ്പ് പ്രൊമോഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നത് കണ്ടോ. ഇതാണ് നമുക്ക് ക്യാമ്പയിൻസ് റൺ ചെയ്യാൻ വേണ്ടിയുള്ള നമ്മുടെ ഓപ്ഷൻസ്. ഇത് മറ്റേ എക്സ്പ്രസിലാണ് ഇതൊന്നും കാണിക്കത്തില്ല. നെക്സ്റ്റ് അടിച്ചു പോകുക, നമുക്ക് വേണ്ട കാര്യങ്ങൾ അത് ചോദിക്കാതെ ടിക്ക് ചെയ്ത് പോയിട്ട് അവസാനം പേയ്മെന്റ് കൊടുക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് അത് റൺ ആവുന്ന രീതിയിലാണ്. ഈ എക്സ്പെർട്ട് മോഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഗൂഗിൾ ആഡ്സിന്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ തൽക്കാലം നമ്മളിപ്പം ക്യാമ്പയിൻ റൺ ചെയ്യുന്നില്ല, ക്ലാസ്സുകളിലാണ് നമ്മളത് പഠിക്കുന്നത്. ഇന്ന് നമുക്ക് എങ്ങനെ ഒരു അക്കൗണ്ട്സ് സെറ്റപ്പ് ചെയ്യാം, ക്യാമ്പയിൻ ചെയ്യാമെന്നുള്ളതാണ്. അതിന് തന്നെ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് വിത്തൗട്ട് ക്യാമ്പയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ ബില്ലിങ് കൺട്രി ചോദിക്കും, ടൈം സോൺ, ഇതൊക്കെ ഓട്ടോമാറ്റിക് ഇവിടെ വന്നിരിക്കും. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇവിടെ വാണ്ട് ടു ബിസിനസ് ഗൈഡൻസ് ഫ്രം ഗൂഗിൾ, ഇത് വേണേൽ യെസ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ യെസ് കൊടുത്തിട്ട് ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇപ്പൊ നോ കൊടുക്കുകയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ അത് യെസ് തന്നെ കൊടുക്കണം, അതുകൊണ്ട് നിങ്ങൾ അത് കൊടുക്കുക. ഞാനിവിടെ നോ കൊടുക്കുകയാണ്, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കും. എന്നിട്ട് ഗോ ടു ഓവർവ്യൂ എന്ന് പറഞ്ഞ ആ ബട്ടണിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ഗൂഗിൾ ആഡ്സിന്റെ അക്കൗണ്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇപ്പൊ നമുക്ക് ഗൂഗിൾ ആഡ്സിന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. ഇനി ഇവിടുന്ന് വേണം നമുക്ക് ക്യാമ്പയിൻസ് ഒക്കെ റൺ ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മുടെ അക്കൗണ്ട്സ് ഓക്കെ ആണ്. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ടൂർ കിട്ടും, എന്തൊക്കെ ഓപ്ഷൻ ആണെന്നുള്ളത് അത് കാണിച്ചു തരും. നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിയാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഗൂഗിൾ ആഡ്സിന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ നമുക്ക് എന്നിട്ട് ന്യൂ ക്യാമ്പയിൻ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ക്യാമ്പയിന്റെ വിൻഡോ വരും. കണ്ടോ, ഇവിടെ എന്നിട്ട് ഈ വിൻഡോയിൽ നമുക്ക് ആ ക്യാമ്പയിൻസ് നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് സെലക്ട് ചെയ്ത് നമുക്ക് ആഡ് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു അക്കൗണ്ട് സെറ്റപ്പ് ചെയ്തതെന്ന് മാത്രമാണ് ഈ ക്ലാസ്സിൽ നോക്കുന്നത്. ഇനിയിപ്പം ഗൂഗിൾ ആഡ്സിന്റെ അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്തത്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്, ഗൂഗിൾ ആഡ്സ് മാനേജർ എന്ന് പറഞ്ഞ അക്കൗണ്ടാണ്. അതെന്തിനാണ് ഈ ഗൂഗിൾ ആഡ്സ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മാനേജ് ഓൾ യുവർ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട്സ് ഫ്രോം വൺ പ്ലേസ് എന്ന് വെച്ചാൽ നമുക്ക് ഒന്നിലധികം അക്കൗണ്ട്സ് ഉണ്ട്, ഒന്നിലധികം കമ്പനികളുണ്ട്, അല്ലെങ്കിൽ ഒന്നിലധികം ബിസിനസ്സുകളുണ്ട്. അങ്ങനെ ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസിന്റെ അക്കൗണ്ട്സ് എല്ലാം സെപ്പറേറ്റ് നമ്മൾ ലോഗിൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മാനേജ് ചെയ്യാനായിട്ട് പാടായിരിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരാളാണ്, അപ്പൊ നമുക്കൊരു ഒരുപാട് ക്ലയൻസ് ഉണ്ട്. അപ്പൊ ഈ ക്ലയൻസിന്റെ എല്ലാ അക്കൗണ്ട്സും സെപ്പറേറ്റ് കയറിയിട്ട് അതിന്റെ പെർഫോമൻസും അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗൂഗിൾ ആഡ്സ് മാനേജർ എന്ന് പറഞ്ഞ ആ ടൂളിൽ പോയിട്ട് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും ഈ അക്കൗണ്ട്സ് എല്ലാം ഈ ഗൂഗിൾ ആഡ്സിന്റെ എല്ലാ അക്കൗണ്ടും അതിലേക്ക് ലിങ്ക് ചെയ്യാനും പറ്റും. അപ്പൊ നമുക്ക് എന്താ അതിൻ്റെ അകത്ത് കയറി നോക്കുമ്പോഴത്തേക്ക് ഓരോന്നിന്റെ ഇപ്പം നമുക്കിപ്പം വേറൊരാൾ അത് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു അസിസ്റ്റന്റ് സ്റ്റാഫ് അത് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് നമ്മൾ വേറൊരാളെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ അയാൾക്ക് കൊടുക്കണമെങ്കിൽ ഇതിന്റെ പെർമിഷൻ അയാൾക്കൂടെ ലോഗിൻ ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് അതിൻ്റെ അകത്ത് കൊടുക്കാനായിട്ട് ഉള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പെർഫോമൻസ് സെപ്പറേറ്റ് ഇപ്പം ഒന്നിലധികം ഒരു റെസ്റ്റോറന്റിന്റെ ആഡ് നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. നമ്മളൊരു ക്ലയന്റ് റെസ്റ്റോറന്റ് ആണ്, ഒരു ക്ലയന്റ് റിയൽ എസ്റ്റേറ്റ് ആണ്, ഒരു ക്ലയന്റ് റീറ്റെയിൽ ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന്റെ എല്ലാം പെർഫോമൻസ് നമുക്ക് സെപ്പറേറ്റ് മോണിറ്റർ ചെയ്യാനും സെപ്പറേറ്റ് ബഡ്ജറ്റ് സെറ്റ് ചെയ്യാനും എല്ലാം നമുക്ക് ഈ ഗൂഗിൾ ആഡ്സ് മാനേജർ വഴി പറ്റും. എന്നിട്ട് ഇതിന്റെ ബില്ലിംഗ് എല്ലാം നമുക്ക് കൺസോളിഡേറ്റ് ചെയ്ത് ഒറ്റ ബില്ലിംഗ് ആക്കി ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ തന്നെ ബിസിനസ് ആണ്, നമുക്ക് റെസ്റ്റോറന്റും ഉണ്ട്, റിയൽ എസ്റ്റേറ്റും ഉണ്ട്, റീറ്റെയിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ മൂന്നിന്റെയും കൂടെ ക്യാമ്പയിനെല്ലാം സെറ്റ് ചെയ്തിട്ട് ഒന്നിച്ച് ഒറ്റ ക്രെഡിറ്റ് കാർഡിൽ നിന്നോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴിയോ ഡെബിറ്റ് കാർഡിൽ നിന്നോ നമുക്ക് ഒറ്റയടിക്ക് ഇതിന്റെ ബില്ല് പേ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇതിന്റെ സെപ്പറേറ്റ് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഒരു വിൻഡോയിൽ തന്നെ അതിന്റെ ഡാഷ്ബോർഡ്, ഈ ആഡ്സ് മാനേജറിന്റെ ഡാഷ്ബോർഡിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ എല്ലാം അക്കൗണ്ട്സ് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ അതിന്റെ എങ്ങനെ പെർഫോം ചെയ്യുന്നു, നമ്മുടെ ക്യാമ്പയിൻ നമ്മൾ പ്ലേസ് ചെയ്ത ക്യാമ്പയിൻ എങ്ങനെ പെർഫോം ചെയ്യുന്നു, അതിന്റെ ഔട്ട്പുട്ട് എന്താണ്, അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുന്നു, ഇതെല്ലാം നമുക്ക് അതിൽ നിന്ന് അറിയാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇനി ഗൂഗിൾസ് ആഡ്സ് മാനേജർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ആഡ്സും ആഡ്സ് മാനേജറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായല്ലോ. ആഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് നമ്മൾ ആഡ് ചെയ്യാൻ, ഒരു ക്യാമ്പയിൻ റൺ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഒന്നിലധികം ബിസിനസ് ഒരുമിച്ച് മാനേജ് ചെയ്യാനായിട്ട്, ഒരുമിച്ച് കാണാനും അതിന്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യാനൊക്കെയാണ് ഈ ആഡ്സ് മാനേജർ യൂസ് ചെയ്യുന്നത്. അതും നമ്മൾ പഠിച്ചിരിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട, ഗൂഗിളിൽ പോകുക, ഗൂഗിൾ ആഡ്സ് മാനേജർ എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതാണ്ട് ഇവിടെ കിട്ടും. മാനേജ് ക്ലയൻസ് ആൻഡ് ക്യാമ്പയിൻ വിത്ത് മാനേജർ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ലിങ്ക് വരുന്നുണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗോ ടു മാനേജർ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് അക്കൗണ്ട് നെയിം കൊടുക്കാം. എന്തെങ്കിലും ഒരു നെയിം, സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു നെയിം കൊടുത്താൽ മതി. നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു അക്കൗണ്ട് നെയിമാണ് ചോദിക്കുന്നത്. ബില്ലിംഗ് അഡ്രസ്സ് ചോദിക്കുക, അവിടുത്തെ പോലെ ബില്ലിംഗ് ചോദിക്കും. ഐ ആം നോട്ട് റോബോട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കണ്ടോ മാനേജ് അതർ പീപ്പിൾസ് അക്കൗണ്ട് ഉണ്ട്, മാനേജ് മൈ അക്കൗണ്ട്സും ഉണ്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ തന്നെ അക്കൗണ്ട്, ഇപ്പൊ എന്റെ തന്നെ ബിസിനസ്, അതായത് നമ്മുടെ തന്നെ ബിസിനസ് ഇപ്പം റെസ്റ്റോറന്റും റീറ്റെയിലും റിയൽ എസ്റ്റേറ്റും നമ്മുടെ തന്നെ ആണെങ്കിൽ നമ്മൾ മാനേജ് മൈ അക്കൗണ്ട്സ് കൊടുക്കുക. അതല്ല മറ്റൊരു ആൾക്കാരുടെ, നമ്മളിപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയാണ്, ഒരുപാട് ആൾക്കാരുടെ അക്കൗണ്ട്സിന്റെ പെർമിഷൻ നമുക്ക് തരും. ഇതിന്റെ അകത്തേക്ക് ആഡ് ചെയ്യണമെങ്കിൽ മാനേജർ അതർ പീപ്പിൾ അക്കൗണ്ട്സ് കൊടുക്കുക. നമുക്കിപ്പോൾ മാനേജർ മൈ അക്കൗണ്ട്സ് കൊടുക്കാം. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കാം. അതിനുശേഷം ഗോ ടു ഓവർവ്യൂ എന്ന് പറഞ്ഞ പേജിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ദാ ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ മാനേജ്മെന്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഏതൊക്കെ ക്യാമ്പയിനാണ് ഇതിന്റെ അകത്തേക്ക് റൺ ചെയ്ത്, ഇപ്പൊ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഡാഷ്ബോർഡിന്റെ അകത്ത് നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസും കിട്ടും. കണ്ടോ, ഇപ്പൊ ഏതൊക്കെ ക്യാമ്പയിൻസ് ആണ് ഇവിടെ റൺ ചെയ്യുന്നത്, പിന്നെ അതിന്റെ റിസൾട്ട് എന്താണ്, അതിന്റെ ക്ലിക്സ് എന്താണ്, ഇംപ്രഷൻ എന്താണ്, അതെല്ലാം സെപ്പറേറ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അത് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഇതെല്ലാം ക്ലിയർ ആയിട്ട് പഠിക്കുക. എങ്ങനെയാണ് ഇതിന്റെ അകത്തേക്ക് ലിങ്ക് ചെയ്യുന്നത്, ഓരോ ക്യാമ്പയിനും നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഇവിടെ വ്യൂ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പം ഒരു ഗൂഗിൾ ആഡ്സ് മാനേജറും ഒരു ഗൂഗിൾ ആഡ്സ് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഗൂഗിൾ ആഡ്സ് മാനേജർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫുൾ ഇതിന്റെ ബഡ്ജറ്റും കാര്യങ്ങളും ഇതിന്റെ അക്കൗണ്ട്സ് ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഒരു ഫുൾ ഡാഷ്ബോർഡിന്റെ അകത്തുനിന്ന് ഇവിടുന്ന് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ ഇത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഈ 2 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഈ ഗൂഗിൾ ആഡ്സ് മാനേജറിന്റെ അകത്ത് നമുക്ക് ഒന്നിലധികം അക്കൗണ്ട്സ് ആഡ് ചെയ്യാൻ പറ്റും. ഇതിന്റെ അകത്ത് ഫുൾ റിപ്പോർട്ടുകൾ കിട്ടും. എങ്ങനെയാണ് ഈ ക്യാമ്പയിൻ റൺ ചെയ്യുന്നത്, ഏതൊക്കെ ക്യാമ്പയിൻ റൺ ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ക്യാമ്പയിൻ പോസ്റ്റ് ആണ്, അങ്ങനെ ഇപ്പൊ നമുക്കൊരു ക്യാമ്പയിൻ നിർത്തി വെക്കണേ പെട്ടെന്ന് ഇവിടുന്ന് വന്നിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഈ ഫുൾ റിപ്പോർട്ടും ഇതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാനുണ്ട്. ഇംപ്രഷൻ, ക്ലിക്ക് കാര്യങ്ങൾ, അതിന്റെ ചാർട്ട് എല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടും. അതായത് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഗൂഗിൾ ആഡ്സ് മാനേജറിൽ നിന്ന് കിട്ടും. ഈ ഗൂഗിൾ ആഡ്സിന്റെ അകത്ത് നമ്മൾ ഓരോരോ ആഡായിട്ട് നമുക്ക് റൺ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഈ ആഡ്സ് മാനേജറിന്റെ അകത്താണെങ്കിൽ ഫുൾ നമ്മുടെ അക്കൗണ്ട്സിന്റെ എല്ലാ ഡീറ്റെയിൽസും, ഡിഫറെന്റ് അക്കൗണ്ട്സ് നമുക്ക് ഇട്ടിട്ട് ഡിഫറൻസ് അക്കൗണ്ട്സ് നമുക്ക് കമ്പൈൻ ചെയ്ത്
നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതിനാണ് ഗൂഗിൾ ആഡ്സ് മാനേജർ ഉപയോഗിക്കുന്നത്. ഗൂഗിൾ ആഡ്സ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് നമുക്ക് റൺ ചെയ്യാനായിട്ട്, ഓരോ ക്യാമ്പയിനും സെപ്പറേറ്റ് റൺ ചെയ്യാനായിട്ട് ഗൂഗിൾ ആഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ഇതിന്റെ ഡിഫറൻസ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമന്റ് ചെയ്ത് ചോദിക്കാം. ഇനി വരുന്ന ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു സോ മച്ച്.